എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് ഒരു ഗ്ലൂമി വീക്കായിരുന്നു. തീർച്ചയായിട്ടും ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലൂമി സ്റ്റാർട്ട് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ എല്ലാ ഇൻഡെക്സുകളും അറൗണ്ട് 2% താഴെയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ 2.3%ഓളം താഴെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ് അമേരിക്കൻ എക്കണോമീനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഫെഡ് അടുത്ത മീറ്റിങ്ങുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനമൊന്നും എടുക്കില്ല. അത്തരത്തിലുള്ള തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചൈനയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് എക്കണോമി വീണ്ടും ഡിഫ്ലേഷണറി പ്രഷറിലാണ്. ഒപ്പം നമ്മൾ ഒക്ടോബറിൽ ഉള്ള ഹൈയിൽ നിന്ന് ചൈനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ അറൗണ്ട് 20% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് 20% മുകളിൽ ഫാള് വരികയാണെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. തീർച്ചയായിട്ടും ഇതും പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൈനീസ് ഗവൺമെൻറ് അടുത്ത മാസങ്ങളിൽ വലിയ രീതിയിലുള്ള സ്റ്റിമുലസൊക്കെ അനൗൺസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മെറ്റൽ സ്റ്റോക്കുകളിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് വീണ്ടും മുന്നേറുകയാണ്. $2,690 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിൽവർ മുന്നേറുകയാണ്, കോപ്പർ മുന്നേറുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും മുന്നേറുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് $80 പെർ ബാരലിനടുത്താണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. $79.76 പെർ ബാരലാണ്. അപ്പോൾ ഈ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാവുന്ന വർധനവ്, അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിൻ്റെ വിലയിലുണ്ടാവുന്ന വർധനവ്, ഇത് രണ്ടും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ആ ഒരു നെഗറ്റീവ് പ്രഷറും കൂടി മാർക്കറ്റിലുണ്ട്. ഒപ്പം നമ്മുടെ റുപ്പി ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് അറൗണ്ട് 86 rupees പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിനും ഗോൾഡും ഒക്കെ നമ്മൾ ഇമ്പോർട്ടാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇമ്പോർട്ട് നടക്കുമ്പോൾ എക്കണോമിയിലുണ്ടാകുന്ന പ്രഷർ തീർച്ചയായിട്ടും മാർക്കറ്റിലും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിട്ടുള്ളത്. ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്ലൂമി സ്റ്റാർട്ട് തന്നെയാണ്. ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസെക്സും റീസെൻ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്ത് 23,000 ലെവലിലേക്ക് നിഫ്റ്റി താഴെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ വരികയാണെങ്കിൽ വീണ്ടും താഴെ പോയേക്കാം. 22,800 22,500 വരെയൊക്കെ താഴെ പോയേക്കാം. വലിയ രീതിയിലുള്ളൊരു ഗ്ലോബൽ സെൽ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ Q3 റിസൾട്ടുകൾ, അതുപോലെ തന്നെ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഒരു പക്ഷേ ഒരു കുഷനിങ് ഇഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിന് നൽകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, പ്രത്യേകിച്ച് ബാങ്കിങ് രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, NBFC രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ഒരു വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളല്ല. അതുകൊണ്ട് തന്നെ പൊതുവെ PSU ബാങ്കുകളും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് എക്സ്പോഷറുള്ള ബാങ്കുകളൊക്കെ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഇന്ത്യയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ അതും ഒരു ചെറിയ നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഗ്ലോബലി വലിയ രീതിയിൽ മറ്റ് രാജ്യങ്ങളിലും ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ IIP ഡാറ്റ നോക്കുകയാണെങ്കിൽ നവംബറിൽ റിക്കവർ ചെയ്തിട്ടുണ്ട്. IIP ഡാറ്റ പ്രത്യേകിച്ച് അഗ്രികൾച്ചറും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഒക്കെ നല്ല ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്
ഒക്കെ നോക്കുകയാണെങ്കിൽ വേദാന്ത റിസോഴ്സസ് അവരുടെ ഡെറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലൊക്കെയാണ് വലിയ സക്സസ് ആണ് ആ രംഗത്തൊക്കെ നേടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ മാർക്കറ്റ് രംഗത്ത് ഇന്ത്യ 3rd ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയാണ് നമ്പർ 1, ചൈനയാണ് നമ്പർ 2, ജപ്പാനായിരുന്നു ഇതുവരെ, പക്ഷേ ഇന്ത്യ ജപ്പാനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ് നമ്മുടെ ഓരോ സെക്ടറിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ്, കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് 18 ലൊക്കേഷൻസിൽ വാട്ടർ മെട്രോ സർവീസസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഫീസിബിലിറ്റി സ്റ്റഡിക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും KMRLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിനാണ്. കാരണം ഇത്തരത്തിലുള്ള വാട്ടർ മെട്രോയിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡ് നിർമ്മിക്കുന്ന വെസലുകളാണ്. അതുകൊണ്ട് തന്നെ അക്രോസ് ഇന്ത്യയിൽ വാട്ടർ മെട്രോ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊച്ചിൻ ഷിപ്പ് യാർഡിനായിരിക്കാം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. അതോടൊപ്പം തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ്റെ റിന്യൂവബിൾ എനർജി ആസാം ഗവൺമെൻറ്റായിട്ട് ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. 1000 മെഗാവാട്ടുള്ള സോളാർ പവർ പ്രൊജക്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഈ PSU സ്റ്റോക്കുകളും മാർക്കറ്റ് ഫാളിൽ താഴെ തന്നെ ലോങ് റണ്ണിൽ ഈ പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതുവരെയുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ ഇതുവരെ 22,194 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിറ്റിരിക്കുന്നത്. ഇനി ജനുവരി 20 ട്രംപിൻ്റെ സ്ഥാനാരോഹണമുണ്ട്. അതിനുശേഷം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന തീരുമാനങ്ങളൊക്കെ അതാത് മാർക്കറ്റുകളിലും അതുപോലെ തന്നെ അതാത് എക്കണോമികളിലൊക്കെ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു വൊളാറ്റൈൽ സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് തന്നെയാണ് നമ്മൾ എല്ലാ രംഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ മാർക്കറ്റ് ബുള്ളിഷ് ആവുന്ന സമയങ്ങളിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസും മാർക്കറ്റിൻ്റെ റാലീനത് പ്രൊപ്പൽ ചെയ്തിട്ടൊക്കെയുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കാവുന്നു, എല്ലാ ന്യൂസ് ലോസും വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രദാനം ചെയ്യുന്ന ന്യൂസ് ലോസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സെൻറ്റിമെൻ്റൽ ഇമ്പാക്റ്റൊക്കെ അതാത് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കും. ഇൻവെസ്റ്റർ സൈക്കോളജി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ബുള്ളിഷ് ഫേസിലാണ് പൊതുവെ ജനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാറ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ലോസ് വന്ന് മാർക്കറ്റ് താഴെ വരുമ്പോൾ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റ് ലോസ് ബുക്ക് ചെയ്യുന്ന പ്രതിഭാസമാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. അതിന് വളരെ വയസ്സായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വയസ്സായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ മെജോറിറ്റി ഗ്ലൂമിയാണ്. SIPയിൽ ഇൻവെസ്റ്റ് ചെയ്തവരായാലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരായാലും അതുപോലെ തന്നെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാലും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഗ്ലൂമി ആവുമ്പോൾ അവരും ഗ്ലൂമി ആവുന്നൊരു സിറ്റുവേഷനാണ് കണ്ടിട്ടുള്ളത്. ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ തന്നെ അല്ലെങ്കിൽ പ്രതിഭാസം തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇന്ത്യൻ എക്കോണമി അടുത്ത ക്വാർട്ടേഴ്സ് മുതൽ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടർ മുതൽ quarter 3 quarter 4 മുതൽ വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റ് വലിയ രീതിയിൽ ഇന്ത്യൻ എക്കോണമിക്ക് ദോഷകരമാവുന്ന ഡിസിഷൻസ് ഒന്നും മറ്റ് ഗ്ലോബൽ കൺട്രികളിൽ നിന്ന് വരാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ എക്സ്പെക്ട് ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ബഡ്ജറ്റ് അവതരണം വരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു മാർച്ച് വരെയൊക്കെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അതിനുശേഷം ഇന്ത്യൻ എക്കണോമി ഈ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫർദർ വലിയ രീതിയിൽ സെൽ ഓഫ് വരുവാണെങ്കിൽ നിഫ്റ്റി 23,000, 22,800, 22,500 വരെയൊക്കെ താന്നേക്കാം.
വന്നേക്കാം. മാസീവ് സെൽ ഓഫ് ഒന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ ഒരു പക്ഷേ 22,000 വരെയൊക്കെ താന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു ഫാളൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. 23,000, 22,800 ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ Q3 റിസൾട്ടുകൾ വരുന്നത് വലിയ രീതിയിൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. TCS മാത്രമാണ് കഴിഞ്ഞ റിസൾട്ടുകൾക്ക് അനുസരിച്ച് ഒരു മുന്നേറ്റം നടത്തിയത്. TCSൻ്റെ പ്രോഫിറ്റ് മാർജിൻ 0.4% Q2 ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ 2025 ഗൈഡൻസും നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഫാളിലും പിടിച്ചു നിന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ടെക്നോളജി സ്റ്റോക്കുകൾ പൊതുവെ അത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിന് ഒരു പരിധി വരെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ നിന്ന് കരകയറ്റാനായിട്ട് ഉപകരിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HEG ഗ്രാഫിക് മാനുഫാക്ചറിങ് രംഗത്തേക്ക് കടക്കുകയാണ്. അത് HEGനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗ്രാഫിൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർബൺ റിലേറ്റഡ് ഒരു മെറ്റലാണ്. ഇത് എയറോസ്പേസ് ഡിഫൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HEGയും കൂടി ആ സെഗ്മെൻറ്റിലേക്ക് അവരുടെ സബ്സിഡറിയിൽ കൂടെ എൻട്രി ആണ്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ, സോളാർ പവർ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ, അതുപോലെ തന്നെ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളുണ്ട്. എയർ കണ്ടീഷണറുകൾ, കൂളിംഗ് സിസ്റ്റംസ്, ട്രാൻസ്ഫോമേഴ്സ്, ഈ സെക്ടർ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. പക്ഷേ നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെയൊക്കെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈ പവർ ട്രാൻസ്ഫോമേഴ്സൊക്കെ 4 കൊല്ലം വരെ കാത്തിരിക്കണം. അതുപോലെ തന്നെ മറ്റു ട്രാൻസ്ഫോമേഴ്സൊക്കെ 2 കൊല്ലം വരെ കാത്തിരിക്കുന്നുള്ള അവസ്ഥയിലാണ് ഇന്ത്യയിൽ. ഇത് അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ഇന്ത്യയിലുള്ള ട്രാൻസ്ഫോമർ പ്രൊഡക്ഷനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളതിന് യൂസ് ചെയ്യുന്ന സ്റ്റീലൊക്കെ 12% നമ്മുടെ അവിടെ പ്രൊഡക്ഷനുള്ള, ബാക്കിയൊക്കെ ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ട് ആ സെക്ടറിൽ. പക്ഷേ എന്നിരുന്നാലും ട്രാൻസ്ഫോമർ സെഗ്മെൻറ്റ് അടുത്ത കാലങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പ്രോഫിറ്റബിലിറ്റി കുറയും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കീ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സ്, ചെറിയ പ്ലെയേഴ്സ് ഒന്നും തന്നെ വലിയ രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനൊന്നും മൂവ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്ത് നിന്ന് വന്നിട്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വാരി റിന്യൂവബിൾ എനർജീസ് വലിയ രീതിയിൽ അക്വിസിഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത വാരി എനർജീസും ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സോളാർ എനർജി രംഗത്ത് ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് ബെറ്ററാണ്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. 2030 500 ഗിഗാവാട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും. അത്തരത്തിലുള്ള ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൽ നിന്ന് വീണ്ടും നല്ല രീതിയിലുള്ള ഇൻസെൻറ്റീവ് ഒക്കെ ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് അടുത്ത ബഡ്ജറ്റിലും. അതുകൊണ്ട് തന്നെ ഈ സെക്ടർ സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ മാർക്കറ്റ് ഫാൾ ചെയ്യുമ്പോൾ മാർക്കറ്റ് റിക്കവറി സമയങ്ങളിൽ മുമ്പ് റിക്കവറി നടത്താനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ആഴ്ചയും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഗ്ലോബൽ സിറ്റുവേഷൻ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ Q3 റിസൾട്ടുകൾ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ആഴ്ചയിൽ IPOs വരുന്നുണ്ട്. ലക്ഷ്മി ഡെൻ്റൽസ് ഉണ്ട്. ലക്ഷ്മി ഡെൻ്റൽ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു IPO ഒന്നും അല്ല. പക്ഷേ ആ സെഗ്മെൻറ്റ് ഡെൻ്റൽ പ്രൊഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ക്രേസി വാല്യുവേഷനൊക്കെ വന്നേക്കാം. പക്ഷേ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് സ്വന്തം ഡിസിഷൻ എടുക്കാവുന്നതാണ്. 428 ഇഷ്യൂ പ്രൈസ് വരുന്നത്. 2 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. ഇക്വിറ്റി ക്യാപിറ്റൽ 10.99 കോടിയാണ്. നമ്മൾ പ്രീ
പ്രീ IPOയ്ക്ക് മുമ്പുള്ള ബുക്ക് വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ 12.97 ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു ഹയർ അഗ്രസീവ് പ്രൈസിങ് ആണ് IPO പ്രൈസിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള IPOs ഒക്കെ വരുന്നുണ്ട്. നല്ല IPOs നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള IPO കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല പ്രോഫിറ്റിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഷോർട്ട് ടു മീഡിയം ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, വെരി ലോങ് ടേം ആണെങ്കിൽ ഫണ്ടമെൻ്റൽസ് പഠിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വീണ്ടും ഗ്ലോമി സെൻറ്റിമെൻറ്റിലൊരു സ്റ്റാർട്ടാണ്. ഒരുപക്ഷെ ആഴ്ചയുടെ എൻഡോട് കൂടിയിട്ട് മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നാളെ ഒരു പക്ഷേ റീസെൻ്റ് ലോ നിഫ്റ്റിയും സെൻസസൊക്കെ ഹിറ്റ് ചെയ്യാനും ഒരുപക്ഷെ റീസെൻ്റ് ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ റിസൾട്ടുകൾ തന്നെയാണ് അതിന് ഒരു തടയിടാൻ പോകുന്നത്. അപ്പോൾ നല്ല റിസൾട്ടുകൾ വരട്ടെ, നല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരട്ടെ, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ബെറ്റർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.